നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തിജീവിതത്തിൽ നാം ദേഷ്യത്തെ കീഴടക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ദേഷ്യം അഥവാ ആങ്കർ എന്നത് ഒരു സ്വാഭാവികമായ മനുഷ്യവികാരമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ആവശ്യങ്ങൾ എന്നിവ പൂർത്തിയാകാതിരിക്കുമ്പോഴും ആരെങ്കിലും നമ്മെ അവമതിക്കുകയോ തടസ്സപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഉള്ളിൽ നിന്നുള്ള തീവ്രമായ പ്രതികരണമാണ് ദേഷ്യം. ദേഷ്യത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നോക്കാം. അസഹിഷ്ണുത, പ്രകോപനം, അസ്വസ്ഥത എന്നീ മനോവികാരങ്ങളാണ് പ്രധാന പ്രതികരണങ്ങൾ. ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസവേഗം കൂടുക, ശരീരം ചൂടുപിടിക്കുക ഇവയൊക്കെയാണ് ഉണ്ടാകുന്ന ശാരീരിക ലക്ഷണങ്ങൾ. കഠിനമായ വാക്കുകൾ, കോപത്തോടെയുള്ള പെരുമാറൽ ഒക്കെ കാണിക്കുന്നു. അനീതിക്കെതിരെ നിലകൊള്ളാൻ സഹായിക്കുന്ന നീതികോപം ആണ് ദേഷ്യം. എന്നാൽ ദേഷ്യം നിയന്ത്രണം വിട്ട് ബന്ധങ്ങളും ആരോഗ്യവും നശിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദേഷ്യം എന്നത് അസന്തോഷത്തിലും നിരാശയിലും ജനിക്കുന്ന നിയന്ത്രണം ആവശ്യമുള്ള ശക്തമായ വികാരമാണ്. ദേഷ്യത്തിൻ്റെ വിവിധ തരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അപ്രതീക്ഷിത ദേഷ്യം, സഡൻ ആങ്കർ. സാധാരണയായി ക്ഷീണത്തോടും അമിത സമ്മർദ്ദത്തോടും കൂടെ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. പുറത്ത് കാണിക്കാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന സൈലൻറ്റ് ആങ്കർ അല്ലെങ്കിൽ മൗന ദേഷ്യം. പുറത്ത് ശാന്തനായി പോലെ തോന്നും, പക്ഷെ ഉള്ളിൽ കുറ്റബോധവും വിഷമവും വിരക്തിയും വളരുന്നു. ദീർഘകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളും ബന്ധങ്ങളുടെ തകർച്ച എന്നിവ ഇതിൽ കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്ത നിരന്തരം അസ്വസ്ഥമായി തുടരുന്ന ക്രോണിക് ആങ്കർ, തുടർച്ചയായ ദേഷ്യം. ജീവിതത്തിലെ പല മേഖലകളിലും വിഷമവും അസംതൃപ്തിയും ഉണ്ടാക്കുന്നു. സ്ഥിരമായി പരാതികളും വിരോധവും പ്രകടിപ്പിക്കുന്നവർക്ക് ഇത് കാണാൻ സാധിക്കുന്നു. മറ്റൊന്നാണ് പ്രതികാര ദേഷ്യം, റിവെഞ്ച്ഫുൾ ആങ്കർ. ഇത് അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അനീതിയെയും ചൂഷണത്തെയും എതിർക്കാനുള്ള നീതികോപം, റൈച്ചിയസ് ആങ്കർ ആണ് മറ്റൊന്ന്. നിയന്ത്രണത്തോടെ ഉപയോഗിച്ചാൽ സാമൂഹിക മാറ്റത്തിനും നീതിക്കും അത് കാരണമാകുന്നു. ദേഷ്യത്തെ കീഴടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ? ദേഷ്യം വരുന്ന നിമിഷം തന്നെ എനിക്കിപ്പോൾ ദേഷ്യം വരുന്നു എന്ന് സ്വയം തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് തന്നെ നിയന്ത്രണത്തിൻ്റെ ആദ്യ പടിയാണ്. ദേഷ്യത്തെ കീഴടക്കാൻ ജാഗ്രത, ശ്വാസ നിയന്ത്രണം, സ്ഥലം മാറി നിന്ന് നോക്കുക, പരിഹാര വീക്ഷണം, ക്ഷമ, ധ്യാനം, ആരോഗ്യം ഇവ പ്രയോഗിക്കണം. ദേഷ്യം കൊണ്ടുള്ള ആരോഗ്യവും ബന്ധങ്ങളും മനസ്സിൻ്റെ സമാധാനവും സാമൂഹിക സ്ഥാനവും വികാസവും എല്ലാം ഇതുകൊണ്ട് നഷ്ടമാകുന്നു എന്ന് ഉത്തമ ബോധ്യം വരുത്തുക. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാതെ ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ പല വശങ്ങളിലും നഷ്ടം മാത്രമേ നമുക്കുണ്ടാക്കുകയുള്ളൂ. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.